ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വെച്ചാൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അതായത് FC മൊബൈൽ ഇപ്പോൾ ചാമ്പ്യൻസിൻ്റെ റിയൽ മാഡ്രിഡ് വന്നു. അതുകൊണ്ട് എനിക്ക് എക്സൈറ്റഡ് ആണ്. കാരണം ഈ പുതിയ അക്കൗണ്ടിൽ ചാമ്പ്യൻസ് ആക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കളിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ഡേറ്റ് ഇടാം ബ്രോ. എൻ്റെ പ്രൈം അക്കൗണ്ട് ഞാനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡേറ്റ് ഇട്ടു, അല്ല നിങ്ങൾക്ക് വേറെ കളിക്കണോ ബ്രോ. സോ ഗൈസ്, ഈ വീഡിയോ 20 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് കാണാം ഗൈസ്. സോ അതിൽ 5 പാർട്ട് ഉണ്ട്. അപ്പോൾ ഈ 5 പാർട്ട് ഉണ്ടാവുമ്പോൾ അതായത് നമ്മൾ 5 പാർട്ട് ഉണ്ടാക്കണം. അതായത് Day 1, Day 2, Day. ഓക്കെ ഗൈസ്, ഇതാ ലോഡിങ്. ഈ ചാമ്പ്യൻസിൻ്റെ ടോണി ക്രൂസ് ഇതാ ചിരിക്കുന്ന മോനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പാർട്ട് 1 ആണ് ഓഫ് മേക്കിംഗ് മൈ അക്കൗണ്ട് FC മൊബൈൽ. സോ നമുക്ക് കാണാം. ഓൾറൈറ്റ്, ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ സംഭവിക്കുക എനിക്കറിയില്ലേ. പക്ഷേ ഇത് എൻ്റെ ഫോണാണ്. എന്തെങ്കിലും എൻ്റെ തിരിച്ച് എൻ്റെ പഴയ അക്കൗണ്ടിൽ എത്തിക്കോ. എനിക്കറിയില്ലേ ഗൈസ്. അതോ ഡ്രാഫ്റ്റോ എന്തെങ്കിലും ചേഞ്ച് ആക്കിയെന്നെ യോമാർ. അതന്നെ ഇതിൻ്റെ നോർമൽ ഗെയിമായ ഇവിടെ ഓ മൈ ഗോഡ് ഗൈസ്, വെൽക്കം. ലോഗിൻ ടു FC, വെൽക്കം. ഇതാ സംഭവം മെയിനായിട്ട്. ലെവൽ 15 അവിടെ ആമ കളിച്ചിട്ടില്ല, സത്യോ. നോക്ക് എത്ര എൻ്റെ ഓവർ. നോക്ക് ബൈ, നോക്ക് 0-8 ബ്രോ. 0-8 വാവ്. ഇവിടെ റിയൽ മാഡ്രിഡ് ഗൈസ്. റിയൽ മാഡ്രിഡ് കണ്ടിന്യൂ എന്ന് പറയണേ. റിയൽ മാഡ്രിഡ് ഇപ്പം വന്നതാണ്. കുറച്ച് ബാക്കടിക്കുക. ബോക്സിൽ ഡെമ്പലെ ഇപ്പോൾ റിയൽ മാഡ്രിഡ് എന്താ വന്നത്. എന്തെങ്കിലും നല്ല അപ്ഡേറ്റ് ഉണ്ടോ റിയൽ മാഡ്രിഡ്. ഗൈസ് ഓക്കെ ഗൈസ്, ഇതാണ് അപ്ഡേറ്റ്. ഒരു മിനിറ്റ് നോക്കട്ടെ, എന്ത് കിട്ടി. ഈ റൊണാൾഡോ ഉണ്ടോ നോക്കട്ടെ. അതാ റൊണാൾഡോ ഗൈസ്, കറക്റ്റ് റൊണാൾഡോ ഉണ്ട്. സ്റ്റേഡിയം കിട്ടൂ. ശരിയാ, കുഴപ്പമില്ല. എന്തിനാ Day 5 Day 6 എന്താ സീരീസ്. താങ്ക് യു ബ്രോ, താങ്ക് യു. എനിക്ക് 5 ഉള്ളൂ. ഓഹോ 15,000 നമുക്ക് കാണാമല്ലോ. ശരി, ഡ്രാഫ്റ്റ് മേടിച്ചിൻ്റെ ടീം അപ്ഡേറ്റ് ആക്കിയിട്ടേ കാര്യമുള്ളൂ മോനെ. ഇന്ന് എൻ്റെ ഡ്രാഫ്റ്റ് ഡേയാ. സോ നമുക്ക് കാണാം. ഓറൈറ്റ് മതി. ഇനി തിരിച്ച് ബാക്ക് അടിക്കാൻ. എന്ത് ക്ലൈം അടി. ഒരു മിനിറ്റ് നോക്കട്ടെ. ഒരു മിനിറ്റ് ബാക്കടിക്ക്. 15 ആയാ? ഇവിടെ 15 ആയില്ല. ഇതിങ്ങനെ തോണ്ട. എടോ ഞാൻ 7 days ലോഗിൻ ബെസ്റ്റ് ഗൈസ്. വാവ്. പക്ഷേ ഇതിങ്ങും ക്ലൈം ആക്കാം. വാ ക്ലൈം ആയിക്കോട്ടെ. 1 2 3. ഇത് എത്ര ഇൻഫിനിറ്റി കിട്ടാൻ പോകുന്നു. 4 5 5
5 ഇവിടെ ഉണ്ട്. എനിക്കെന്താ ഇൻഫിഡൻസ് ചെയ്ത് കിട്ടിയാ? 6 കിട്ടിയാ? നോക്കട്ടെ. ഓക്കെ, ഇനി എന്താ പ്ലാൻ എന്താ അറിയുമോ? റിയൽ മഡ്രിഡ് ഡ്രാഫ്റ്റിൽ കയറാം. എനിക്ക് മഡ്രിഡിൻ്റെ ഇതൊക്കെയല്ലേ പ്ലേസ്, കുഴപ്പമില്ല. ഫസ്റ്റത്തെ ഒന്നുമില്ല. രണ്ടാമത്തെ എന്താടാ? ഗോൾഡ് കിട്ടി, പക്ഷെ കിലി കിട്ടിയ കുഴപ്പമില്ല. ഗോൾഡാ? വോക്കൗട്ടൊന്നും ഇല്ലല്ലോ. സെല. ആ, ഇനി പിന്നെ ഒന്നുമില്ല. ആടാ ഇതെന്താടാ? എനിക്ക് ലക്കിയല്ലടാ. ഒരു മിനിറ്റ്, എന്ത് ഇതൊക്കെ തിരിച്ചൊന്നാ? ഇതെത്ര? 1000. ഇതിങ്ങ് ഓപ്പൺ ആക്കാവാ. നമുക്കിതിന് എൻ്റെ ടീമൊന്ന് അപ്ഗ്രേഡ് ആക്കണോടാ, അതിനായിട്ടാ. ഇനി എന്താക്കണ്ടതോ? പോയിട്ടില്ലേ? പ്ലേയേഴ്സ് ഇത് മാത്രം വിറ്റാൽ മാത്രം മതിയേ, അത് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. ഇനി നമുക്ക് ഒരു ഗോൾ കീപ്പർ മേടിക്കാം. GK. ഓക്കെ, സെറ്റി പ്ലീസ് ബ്രോ. GK നല്ലൊരു ചീപ്പ് അയക്കണം. അവിടെ ആ ഇവൻറ്റിൽ എന്തെങ്കിലും നല്ല ഗോൾ കീപ്പർ ഉണ്ടോ? എന്ത് ഡ്രോ ടു AFC? എനിക്കറിയില്ല, പക്ഷെ നോക്കാം. ചാമ്പ്യൻസിലുണ്ടാവും. നോയറിനെ മേടിക്കണോ അതോ ഇവനെ മേടിക്കണോ? കുഴപ്പമില്ല, ഇവനിങ്ങ് മേടിക്കാം. റൈറ്റ് ഗൈസ്, നമ്മ ഈ ചെക്കനെ മേടിച്ചു. ലെറ്റ്സ് ഗോ. എനിക്ക് സ്റ്റാർ സൈനിങ്ങിൽ പെസ് അതൊക്കെ ടീമായില്ല. അത് നമുക്ക് ഇവനെ ഈടായിടാക്കാം. 9 ആവും. വേണ്ടേക്കൊക്കെ ഒന്ന് പോയിപ്പിക്കട്ടെ, റൂമൊക്കെ ഒന്ന് പോയിപ്പിക്കണോ? ഇഞ്ചില്ലേ ഇവനെ ഇടാക്കാം. നീ 110 ആവും. എനിക്ക് ഏതെങ്കിലും ഒരാളെ, എനിക്ക് ലെഫ്റ്റ് വിങ്ങിന് ഇതിനെ വെക്കണല്ലോടാ. അല്ലോ കൊളായി, കുഴപ്പമില്ല. ഇപ്പം ശരിയായി. 8 ബെസ്റ്റ്. ഓട്ടോ ബിൽഡ് എന്ത് വേണ്ടേക്ക് പോയിപ്പിച്ച്, ഇത് പോയിപ്പിച്ച്, ഇത് പോയിപ്പിച്ച്, ഇത് പോയിപ്പിച്ച്, ഇത് പോയിപ്പിച്ച്, ഇത് പോയിപ്പിച്ച്. ഇവൻ തന്നെ മതി. നമ്മുടെ ടീം ഇത്ര തന്നെ. ആ, ഇൻഫിഡൻറ്റ് റിവാർഡാ തങ്ക്. ഇൻഫിഡൻറ്റ് റിവാർഡ് ബാക്ക് ടു ഹോം ബ്രോ. ഫിക്സഡ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? കൗണ്ട് ഡൗൺ. എക്സ്ട്രാ ഇവന്റ്, സ്റ്റാർ പാസ്, എന്തെങ്കിലും എന്ത് ഇവിടെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടടാ. എന്തോ മിസ്സിങ് ഉണ്ട്, എവിടെയോ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. റിപ്ലൈ മാച്ച് ലീഗിലൊക്കെ ജോയിൻ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല റിവാർഡാണ് കിട്ടുമെന്ന് പറയാൻ നോക്കാം. പക്ഷേ ഇത് പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ലീഗ് സെക്കൻഡ് ലീഗിൻ്റെ ലീഗ് എടുക്കാം. ക്രിയേറ്റ് ഐ വോണ്ട് റോബക്സ് 5 ലെവൽ നല്ല ബെസ്റ്റ്. ഐ വോണ്ട് റോബക്സ് അല്ലാണ്ട് അത് 4ാം സ്ഥാനം എടുത്തത് നമുക്ക്. ലെവൽ 4
ഹോം ഇവിടെ ഉണ്ട്. ഹോം പേജ് തങ്ക് റിക്വസ്റ്റ് ഉണ്ടേ. താങ്ക് യു. അവിടെ എനിക്ക് എല്ലാ എക്സ്പ്ലനേഷൻ പറഞ്ഞില്ല. ഹായ്. മതി മോനെ. നമുക്ക് റിവാർഡ്സ് എടുത്തു. പോയി ക്ലൈം അടിക്കാൻ കഴിയില്ല. താങ്ക് യു. എനിക്കത് മതി. നോ ഡ്രാഫ്റ്റ് കയറാം. എനിക്ക് ഒരു ഡ്രാഫ്റ്റ് എനിക്ക് കയ്യോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ പറയുന്നേ ഉള്ളൂ. പ്ലീസ് ആവണം. നോ സോ ക്ലോസറാ. ജർമ്മനി CB FC ആണ്. എന്തേ ചാൻ്റെ മോന് എന്താടാ ചാഞ്ഞ് കിട്ടിയേ? ഇതേ ഇങ്ങനെ താന്ന് പറയൂ. തളന്നൊരു അതിരുണ്ട്. 2000 ജമ്മടിയുടെ ഒരു ലിമിറ്റ് 1 എക്സ്ചേഞ്ച് എന്താ സ്കിൽ മൂസ് അതല്ലേ അപ്ഡേറ്റ്. എന്നെ പേടിപ്പിച്ചില്ലടാ. റിസാർഡ് വന്നേ. ഇവിടെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നടാ. പക്ഷെ ഞാൻ പറഞ്ഞത് സമ്മർ മിൽസ് റഷ് സ്ട്രൈക്ക് റിസോഴ്സിൽ എന്തുണ്ട്? ഒന്നുമില്ല. നാഷണൽ സ്റ്റോറി നല്ലത്, കുഴപ്പമില്ല. ഇനി ഒറ്റണ്ണേ ഉള്ളൂ ലാസ്റ്റ്. പ്രാർത്ഥിച്ച് ഓപ്പൺ ആക്കാം. ഇവനെ കിട്ടില്ല മോനെ. തോച്ചി. ഇവനെ സെല്ലാക്കണം. ടാനെ സെല്ലാക്കണ്ട. ടാനൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഞാൻ ചീപ്പ് ടീം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് ബ്രോ. ചെയ്യാന്ന് 11 ഇനി എന്താക്കണ്ടോ ഇവരെ ട്രെയിൻ ചെയ്യാം. ഹെലികോപ്റ്റർ 20 വരെ കംപ്ലീറ്റ്. സെക്കൻഡ് കംപ്ലീറ്റ് 20. റാങ്കപ്പ് ചെയ്യാവാ. റാങ്കപ്പ് 1 നല്ലത്. അവിടെ ഞാൻ ബ്രോ. ഓക്കെ ഈ നോക്കടാ. ഓവർ നല്ല ഓവർ ഉണ്ടോ. ആ ഗോൾ കീപ്പറിന് പിന്നെയും ട്രെയിൻ ചെയ്യണം. പെപ്സി ഇവനെ ട്രെയിൻ ചെയ്യാവാ. ഇവനെ ആരുമില്ല അവിടെ. പിന്നെ ഇവന്മാരെ കൊണ്ട് എന്താക്കണ്ടേ? ഇവനെ ട്രെയിൻ ചെയ്യണോ? അവിടെ ഇതെന്ത് പൊട്ടന്മാർ. എൻ്റെ മെസ്സി ഉണ്ട്. മാർച്ച് ഇവിടെ 1 മിനിറ്റ് 1 സെക്കൻഡ്. ഇതെന്തോ എൻ്റെ ടീമാണ്. 1 മിനിറ്റ് എന്ത് യൂസർ നെയിം ഉണ്ട്? എടാ എൻ്റെ പ്രൈം ടീം ഇപ്പോൾ തന്നെ FC അടുത്തോളാം മോനെ. എൻ്റെ പ്രൈം ടീം എവിടെ? ഇതിൻ്റെ മെമ്പറിയാടാ. എൻ്റെ പ്രൈം ടീമിൻ്റെ ലോകങ്ങളാണ് കണ്ടത് ഇപ്പോൾ ഗൈസ്. പെട്ട് റിവീൽഡായി. നോക്കടാ മോനെ. ഞാൻ ശരിക്കും ഞാൻ പെട്ടു മോനെ. ഇത് നോക്ക്. എൻ്റെ പ്രൈം ടീം ഞാൻ എടുത്ത് അതിന് അപ്ഗ്രേഡ് ഒക്കെ ഇട്ടില്ല. അത് നല്ല കാര്യമാണ്. പ്രൈം ടീം ഇപ്പോൾ എക്സ്ട്രാ അപ്ഗ്രേഡായി. നീ പ്രൈം ടീമിനും ഉണ്ട്. അറേബ്യൻ 2000. ഇന്തോനേഷ്യ റോട്ടൂർ ഇന്തോനേഷ്യ ഇതെത്തിയാ. ഒരു മിനിറ്റ് ഇതെന്ത് സംഭവം? മേടിക്കാന്ന് പറഞ്ഞത് എന്ത്? ഇവനെ കിട്ടു. ഇങ്ങനെ മാച്ച് കളിച്ചിട്ട് ഈ മേടിക്കുന്ന സെക്ഷൻ ഉണ്ട്. 1000. വാട്ട് എ നൈസ് ഷോട്ട്. പ്ലേ സ്റ്റൈൽ ഇല്ല. പച്ച ഇന്തോനേഷ്യ പ്ലേയേഴ്സ്. ഒരു മിനിറ്റ്.
ആ ചെക്കനുണ്ട്, ആ ചെക്കന് എനിക്ക് ആ ചെക്കനെ വേണോ? ഓനില്ല. 1 ഇന്തോനേഷ്യ 22 കൊറിയ. ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. അടി എനിക്ക് പ്ലേ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. ഇതെന്ത്? ഇതിനെത്ര? ഒരു മിനിറ്റ്, ഇത് എന്താ എക്സ്ചേഞ്ച് ചെയ്താൽ എന്താവും എന്നൊക്കെ നോക്കണല്ലോ. ഒരു മിനിറ്റ്. മാർഷ്മെല്ലോ ഫീമെയിലിൻ്റെ മാർഷ്മെല്ലോ. ഇവിടെ എന്തോ ഇന്തോനേഷ്യ എന്തോ ഒരു സംഭവമുണ്ട്. എന്തോ ഒരു പ്ലെയറെ ആഡാക്കി അങ്ങനെ ആവും. അത് തന്നെ എനിക്ക് മനസ്സിലായി. ഇനി ബാക്കി എന്തെങ്കിലും പുതിയ ഇവൻറ്റ് വന്നിരുന്നോ നോക്കാം. ഫുട്ബോൾ സെൻറ്റർ എന്ത് അപ്ഡേറ്റ് ആണ്? ഫുട്ബോൾ സെൻറ്ററിൽ വന്നത് ഇപ്പോൾ 112 അതാ വന്നത്. റിവാർഡ്സ് നോക്കി. റിവാർഡ്സിന് എനിക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ്, റിവാർഡ്സ് നോക്കട്ടെ. എക്സ്ചേഞ്ച് 112 ഇതന്നെ കണ്ടെയ്ൻസ് 120 പ്ലസ് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇനി ചാൻസ് ഉണ്ടാവും മോനെ, ഞാൻ പറയുന്നുണ്ട്. ഇതിനെത്ര? ഒരെണ്ണത്തിൽ 100. ഇനി 100. ഇനും 100. വാവ്, ഇനി മാത്രം 4000. ഇതെന്താടാ ഈ ശരിയാവില്ല. എക്സ്ചേഞ്ച് ബോണസ് 112 പ്ലേയേഴ്സ്. ബെസ്റ്റ് ബ്രോ. അതായത് ഞാൻ മനസ്സിലായതാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇത് മാച്ച് കളിക്കണോ? മാച്ച് കളിക്കണം ബ്രോ. 96%. എനിക്കിതാ മതി, വേൾഡ് ക്ലാസ് മതി. അയ്യടാ, അല്ല അപ്പം എൻ്റെ സെർവറോ? ഇത് സെർവർ എന്തെങ്കിലും അവിടെ. അപ്പം എൻ്റെ സേവ്ഡ് ടൈൽസ് ഉണ്ടോ? സേവ്ഡ് ടൈൽസ് ഉണ്ടെങ്കിൽ നല്ല കാര്യമായിനെ. ആ ഹെഡ് ടു ഹെഡിൻ്റെ. പക്ഷേ എനിവേസ് നമുക്കൊരു നോ പോലെയാണ് കളിക്കാൻ ഫീൽ പോലെ. പക്ഷെ ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യണല്ലോടാ. ചെക്ക് ചെയ്യാൻ നേരില്ല. അതൊന്നും കുഴപ്പമില്ല. അന്നൊരു 30 വരെ എക്സ്പാൻഡ് ചെയ്യാനെ. അവിടെ ഇതെന്ത് അപ്ഡേറ്റ്? മാറ്റി ഒരു മിനിറ്റ്. ബാക്ക് അടിക്കി. യെസ്, ലീവ്. താങ്ക് യു. ലീവ് അടിക്കി. എനിക്ക് ഇതാക്കേണ്ട അറിയോ? എൻ്റെ ഹെഡ് ടു ഹെഡ് നോക്കാം. ഹെഡ് ടു ഹെഡ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പണ്ടത്തെ അക്കൗണ്ടിന് ഞാൻ മറന്നുപോയി 10 പ്രാവശ്യം. ഡിവിഷൻ എക്സാക്ട്ലി അത് മാത്രം. എടാ പോയി മോനെ, പോയി, എല്ലാം പോയി. ഞാൻ 5 പ്രാവശ്യം ഞാൻ ഒരു പണ്ടത്തെ ചാമ്പ്യൻ്റെ എന്താടാ. കുഴപ്പമില്ല, അർജൻറ്റീന ടീം. പെപ്സി എന്താടാ പെപ്സി? അതന്നെ പറയണ്ട്. ഇതെല്ലാം കൊണ്ട് ഈ FC തന്നെ. ഒരു മിനിറ്റ്, ചാമ്പ്യൻസിൽ മെയിൻ എന്ത് അപ്ഡേറ്റ് ആയിനി? പിന്നെ ഒരു മിനിറ്റ്, ഇതെന്ത് അപ്ഡേറ്റ്? സമാധാനമാണോ? സമാധാനം എനിക്ക് 7 days മേടിക്കട്ടെ. 400. നോ താങ്ക്സ്. എക്സ്ചേഞ്ച് ചാമ്പ്യൻസ് പ്ലേയേഴ്സ് ഉണ്ടോ? ഐറ്റം എക്സ്ചേഞ്ച് റാങ്ക്. എക്സ്ചേഞ്ച് പോയിൻറ്റ്സിനില്ല, ടോക്കൺസിനും ഇല്ല. എന്ത് പിരാന്താടേ. എൻ്റെ പ്രൈം അക്കൗണ്ട് പറഞ്ഞാൽ ഞാൻ അപ്ഗ്രേഡ് ആക്കിയതാ. അപ്ഗ്രേഡ് ആക്കി നോക്ക്. പണ്ടത്തെ അക്കൗണ്ട് ഇപ്പോൾ പുതിയ അക്കൗണ്ട് പോലെ ആക്കിയിട്ട് ഇനി നമുക്ക് ഈ അറേബ്യൻ ഏഷ്യൻ കപ്പ് എടുക്കണം. അതായത് AFC എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്. അത് നിങ്ങൾ കളിച്ചു നോക്കണേ. അതായത് AFC എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്. അത് ഞാൻ പറഞ്ഞേക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇന്തോനേഷ്യ ടീംസിന് മാച്ച് കളിക്കണം. ഇന്തോനേഷ്യ ഫസ്റ്റത്തെ മാച്ചാണ് ഇത്. ട്രെയിനിങ്സൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യണോ. അതായത് ഇവന്മാർ എന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നറിയോ? അതായത് നോട്ട് മറ്റിങ്ങനെ നമ്പറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ബ്രൗൺസ് പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ അതൊക്കെ ഒന്നുമല്ല. എൻ്റെ വേറെതാ എടാ, ഇനി നല്ല മാർക്ക് കിട്ടൂ. ഇപ്പോൾ ഞാൻ ഈടടിച്ചില്ലെങ്കിലോ നോക്കട്ടെ. ഫുള്ള് കംപ്ലീറ്റ് 1 സെക്കൻഡ്. അപ്പം എൻ്റെ മനസ്സിലായടാ, ട്രെയിനിങ് മനസ്സിലായി. ഞാൻ ട്രെയിനിങ് കൊളാക്കിയിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ജയിച്ചാൽ മാത്രം മതി. നമുക്ക് ഹെനിന് മേടിക്കാം 2-0.
അതും ഇന്തോനേഷ്യൻ്റെ അടുത്തുനിന്ന്. അവിടെ ഇപ്പോൾ നമ്മൾ മൊറോക്കോ വെച്ച് കളിക്കണോ 115 ഇന്തോനേഷ്യനോ അവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തായിരിക്കുമോ 115. ഒന്ന് ആലോചിച്ച് നോക്കണം മോനെ. നമ്മുടെ ടീമിന് ഈ കാലാവസ്ഥ ഉണ്ടാവും. ആദ്യം പാർലോ ബെൻസിമയും ഇതാണോ ഇതാ ഈ കാണുന്ന സംശുങ് നമ്മൾ അടുത്ത കളിക്കണ്ടേ. ഓക്കെ നമുക്ക് കളിക്കുക കാണിച്ചു കൊടുക്കണല്ലോ. എനിക്ക് റിവെഞ്ച് എൻ്റെ FC എൻ്റെ ടീം എൻ്റെ അക്കൗണ്ട് ഡിലീറ്റാക്കി എൻ്റെ പ്രൈം അക്കൗണ്ട് റിവെഞ്ചാക്കിയല്ലേ. കുഴപ്പമില്ല. കമോൺ ടൈം ഫോർ യൂസ് പ്ലേ സ്റ്റൈലി. അവിടെ ഷൂട്ടിങ്സ് അത് ഇങ്ങനെയാടാ യൂസ് ചെയ്യണ്ടേ. ഷൂട്ടിങ് എനിക്ക് കഴിയൂല. ഷൂട്ടിങ് എനിക്ക് കഴിയുന്നില്ലടാ. 1-0 കളി. സോറി എന്തിനാ ഞാൻ ഗോൾ അടിക്കുന്നത്. മാറി റോമീൻ ഒരു ഇവനെ കിട്ടണം. ഒരു 19 ഇങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് പ്ലെയർ കിട്ടണം. അത് സത്യം നല്ല സ്ട്രൈക്കിംഗ് പൊസിഷനായിരിക്ക്. ബട്ട് എനിവേസ് നമുക്ക് പോവാം. എടുത്ത് മറ്റേ അതേപോലത്തെ മീമ് പോലെ ആക്കാൻ റൊമേറോ അതാരി എടാ ബോളിൻ്റെ അവിടെ ടാക്കിൾ മാൻ മോനി അതാ വഷി പശോഷാക്കും അവിടെ ഞാൻ കോപ്പറേറ്റ് അടിക്കാനല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാണ്. സോറിയേ. അവിടെ എന്ത് ഗോൾ കീപ്പർ യഷിന ബ്രോ. ഈ സിമ്പിൾ ഗോള് പോയി കാണണ ഹംദാൻ ലെജൻഡ് അടുത്ത് കാണണ. ഇത് നോർമലേ. ഒരു മിനിറ്റ് 6-7 ആവും. 76 ആയില്ലേ. ഞാൻ 7, 8, 90 വരെ ജയിച്ചു. മിനിമം ഒരു മാക്സിമം ഒരു ഗോൾ അടിക്കാൻ നോക്കും. കാണിച്ചു തരണം. ഒരു മിനിമം ഒരു 3 അടിക്കാൻ നോക്കും. അത് സത്യം. ആദ്യം ഈ കാണുന്ന ഷങ്ഷുങ്ങിൻ്റെ അടുത്തുനിന്ന് ബോളൊന്നും എടുക്കട്ടെ. എടാ എനിക്ക് ആ ബോൾ കിട്ടുന്നത് കിട്ടി. ചേക്കന്മാർക്ക് പാസ് എടുക്കാം. പാസ് എടാ പാസ്. യെസ് ജാസിക്കൊന്നും പാസ് എടുക്കുക. ജാസി മോനെ അതിന് പാസ് എടുക്കുക. നല്ല മോൻ ഇതടിച്ചു. പോയടാ ബോൾ പോയി. ഒന്നും കൂടി നമുക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള നമ്മളാ അവിടെ നമ്മൊന്നും ആക്കിയില്ലേ. അത് ശരിയാ പറയുന്നത്. റിസീവർ അവനെ ത്രോയാ. അത് തള്ളന്നൊരു 2+മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റ് ഉണ്ടടാ. 1 മിനിറ്റ് ഇവന്മാർക്കുണ്ട്. കുഴപ്പമില്ല. അവിടേക്ക് ഈ ബോർഡർ കഴിഞ്ഞ് തോറ്റി മക്കളെ ഞാൻ പറഞ്ഞില്ലേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പം തന്നെ എനിക്ക് വർക്കെന്ന് പറയുന്നുണ്ട്. അതായത് എൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചർ പോലെയാണെന്ന് തോന്നുന്നു. ലൈവ് ഇവൻറ്റ്സ് എടാ ഇനി എനിക്ക് റെഡ് കാണിക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ് നോക്കട്ടെ. റെഡ് കാണിക്കുന്നുണ്ട്. ഞാൻ മറന്നുപോയി ചെക്ക് ചെയ്യാനേ. നോക്കട്ടെ എന്താ സംഭവമായി. സ്കിൽ മോഡ് സ്കോർ ഇനി മോഡ് 5 ഗോള് 1 എടാ വേണ്ടയ്ക്ക്. എടാ ഞാൻ ചത്ത് പറഞ്ഞ ചത്തിരിക്കും മോനെ. കാണിച്ചാൽ കുറേ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇനി നമുക്കൊരു അറ്റാക്ക് കളി കളിക്കാം ഗൈസ്. അറ്റാക്ക് കളി കഴിഞ്ഞാൽ എനിക്കൊരു സംഭവം വരും. അതായത് നമുക്കൊരു ഇപ്പം തന്നെ ഒരു അറ്റാക്ക് കളിക്കാം. ട്രൈ നോക്കാം. വാ അറ്റാക്ക് കളിക്കാം. ബ്രസീൽ ഹമാറാന ഗൈസ്. സബ്സ്ക്രൈബറാണോ ഇതുമാണോ എനിക്ക് തന്നെ ഒന്നും അറിയില്ലേ. പക്ഷേ എനിക്ക് തോറ്റി മോനെ. ഫസ്റ്റ് തന്നെ തോറ്റാ. ഇതെന്തേ എടാ ബ്രോ ഇതെന്താണ് ശരിയല്ല. 5 ഗോൾ അടിക്കാൻ പറഞ്ഞിട്ട് ഇനി മോഡ് സ്കോർ 5 ഗോള്. അവിടെ കള്ള ഗോൾ കീപ്പറേ. നമ്മുടെ ഗോൾ കീപ്പർ ഇപ്പോൾ ട്രാൻസ്ഫർ ആയാ. അത് വേണമെങ്കിൽ ഫ്യൂച്ചർ ആയിക്കോടാ. ഫ്യൂച്ചർ മറഡോണ പോയി
മറഡോണ പോയി. പക്ഷെ ആദ്യം എനിക്ക് റൈറ്റ് വിങ്ങർ കിട്ടണോടാ, അത് സത്യ. ഒരു ഗോള് 5 ഗോൾ അടിക്കണം, അത്രേ ഉള്ളൂ എൻ്റെ മിനിമം. എടാ സ്ട്രൈക്കിങ് നല്ല അടിപൊളി സ്ട്രൈക്കില്ലല്ലോ. മെസ്സി മെസ്സിൻ്റെ അടുത്ത് നിന്ന് പെപ്സി ആയി. പെപ്സി അങ്ങോട്ട് പെപ്സി. നോ മലൻ ബനാനാസ് ഇസ് ഹിയർ. മലൻ ബനാനാസ്. ഐ ബെല്ലിംഗം പാസ് കൊടുക്കുക, മെസ്സിക്ക് പാസ് കൊടുക്കടാ. മെസ്സി അല്ല, കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പ്ലെയർ ആവട്ടെ. എടുത്ത് വേഗം കളിക്കണേ. ആദ്യം നമുക്ക് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് 4 ഗോൾ അടിക്കാം. എൻ്റെ ലാസ്റ്റ് 1 ഗോൾ അടിക്കാം. ആദ്യം ഈ ബോളിന്ന് ട്രിക്കാണ്. അഞ്ചായി. അപ്പോൾ ഞാൻ 5 ഗോൾ അടിച്ചില്ല. 6 7 പെട്ട് മോനെ, നിങ്ങൾ പെട്ടിരിക്കുന്നു. 7 ഗോൾ അടിച്ചു. പെട്ടടാ പെട്ട്. എന്നാൽ ഡോക്ടർ റൂമാ പാസ് കൊടുക്കാൻ. താങ്ക് യു. ഓക്കെ, എൻ്റെ ഒരു പാസ് കൊടുത്താൽ മാത്രം മതി. പ്ലേ മാച്ചസ് സിമ്പിള്. വിൻ ദ മാച്ച് ഓൺ സ്പോട്ട് റിവാർഡ്. വെൽക്കം. എനിക്ക് ഡേവിഡ് ബെക്കമിനെ കിട്ടണ്ടേ, കെയ്നെ കിട്ടണം, റൊണാൾഡോ ഇങ്ങും കിട്ടണോ. നസാരോ എടുത്തു. നസാരോ കിട്ടട്ടെ. നസാരോ താടാ. ആ നാളെ നിൽക്കൂ. റൈറ്റ് വിങ്ങർ പോയിഞ്ഞോ. ഈ സെൻറ്റർ ബാക്ക് അവിടെ അപ്പോൾ റൈറ്റ് വിങ്ങർ ഇല്ല. ബെസ്റ്റ് ഗൈസ്, റൈറ്റ് വിങ്ങർ മേടിക്കണം. അതാ പറയേണ്ടത് യുവമാർക്ക്. ഇപ്പം തന്നെ എൻ്റെ എനിക്ക് സംതിങ് ഒരു ചെയ്യാനുണ്ട്. എവിടെ ഏഷ്യൻ കപ്പ് എടുത്തു. യെസ്, ഏഷ്യൻ കപ്പ് എടുത്തു. ഏഷ്യ കപ്പ് സാമിന. ആ സ്ക്രോൾ ചെയ്യ്. ടൈം ഫോർ ഷോ ടൈം. 3 2 1 ഓപ്പൺ ചെയ്തോ. നോ ബ്രോ, what bro, why you do that bro, why you do that? അതിന് മെയിൻ കോസ്റ്റ് എക്സ്പയർഡ് ബൈ റിയൽ മാഡ്രിഡ്. ഇപ്പം നല്ല റൈറ്റ് വിങ്ങർ ഇട്ടണോളാ. നോക്ക് മറഡോണ റീപ്ലേസ്മെൻറ്റിന് ആരെ കിട്ടണോ. വെൽക്കം ബാക്ക് 117. ഇതൊക്കെ തള്ളുന്നൊരു അതിലുണ്ടേ. നമുക്ക് സൈനിങ് പോവാ. റൈറ്റ് വിങ്ങർ അവിടെ ബാലെ റൈറ്റ് വിങ്ങറാടാ. ഓനിക്ക് തന്നെ കാശില്ല എൻ്റെ എന്തിനാടാ. നോക്കാം എന്തൊക്കെ നല്ലതുണ്ടോ. ഒരു ചീപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ബൈ. എൻ്റെ ഒരു 500ൻ്റെ അവിടെ 500ൻ്റെ ഇല്ല. നോ 500. വാവ് ഉണ്ട്. അത് മമ്പൂനെ എടുക്കണം. മമ്പൂനെ അല്ലാണ്ട് വേറെ ആളെ എടുക്കണോടാ. ആരെടുക്കാം? ഇവനെടുക്കാം. 110. 110 ഒടിപൊളിക്ക് നോക്കാം. പങ്ക് ഓക്കെ. ഗുഡ് ബൈ മറഡോണ പോയി. റിപ്ലേസ്മെൻറ്റിന് ഇതിന് റൊണാൾഡോ നസാരെ അടക്കിയപ്പോൾ ഓക്കെ. ഇനി എന്നെ ട്രെയിൻ ചെയ്താൽ പോയിപ്പിക്കാം. മറഡോണ പോയി. 12 ആയി.
അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ഫ്രം ദ ഗെയിം ഗൈ. അയ്യോ ഗൈസ്.